സംഘപരിവാർ ആശയങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ അംഗത്വം നേടിയിട്ടുള്ളത്. എങ്ങനെയാണ് കോൺഗ്രസ് നിന്നുകൊണ്ട് സംഘപരിവാർ ആശയത്തിനെ പിന്തുണയ്ക്കാൻ സാധിക്കുക? അത് പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ രംഗാണ് ഇപ്പോൾ. ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനാണ്. വക്താവായി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതൃപ്തി കൊണ്ട് മാത്രം അപ്രത്യയശാസ്ത്രപരമായ ഒരു മാറ്റം ഒരു മനുഷ്യനുണ്ടാകും, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. നോക്കൂ, ഞാൻ ആദ്യം കരുതിയത് എന്നോടുള്ള എതിർപ്പ് വ്യക്തിപരമാണെന്നാണ്. പക്ഷേ ആ വ്യക്തികൾക്കുള്ളിൽ ഉറഞ്ഞുകൂടിയിട്ടുള്ള വെറുപ്പും വിദ്വേഷവും ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഉണ്ടായതാണെന്ന് മനസ്സിലാക്കിയ നിമിഷമാണ് ഞാൻ മാറാൻ തീരുമാനിച്ചത്. ഇടയ്ക്ക് ഒരു വർഷത്തോളം സന്ദീപ് അനുഭവിച്ച പ്രശ്നങ്ങൾ പറഞ്ഞു, ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ കൊലയ്ക്ക് എറിഞ്ഞു കൊടുത്ത കഥയൊക്കെ പറഞ്ഞു. പക്ഷേ വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴടക്കം സന്ദീപ് ലഫ്റ്റനന്റായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. എവിടെയാണ് സന്ദീപിനെ പാർട്ടി നേതൃത്വം വീണ്ടും അകറ്റിയത്? എന്താണ് യഥാർത്ഥ പ്രശ്നം നിങ്ങളത്? വയനാട്ടിൽ എന്നെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചത് അത് എന്റെ കഴിവിലുള്ള അംഗീകാരമാണ്. അതല്ലാതെ എന്നേക്കാൾ മികച്ച ഒരാളെ കിട്ടുമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു കൊണ്ടുപോകുമായിരുന്നു. ഞാൻ ആ കാര്യം ഭംഗിയായിട്ട് പാർട്ടി ഏൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതിലാർക്കും തർക്കമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവരും നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളോടും സംസാരിച്ചിട്ടില്ല. ഈ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഒരു നേതാക്കളുമായും സംസാരിച്ചിട്ടില്ല. ഉപാധികളില്ലാതെയാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. ഒരു ഉപാധിയും ഇല്ലാതെ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകനായിട്ടാണ്. സതീശന്റെ വെളിപ്പെടുത്തലുകൾ ശരിയായിരുന്നുവെന്നാണോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിലില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ ധർമ്മരാജന്റെ കോൾ എന്ന് പറഞ്ഞ അല്ല എന്ന് അതൊക്കെ നിങ്ങൾ പരിശോധിച്ചോ. ഞാൻ ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിലില്ല. സന്ദീപ് രാഷ്ട്രീയ നിലപാട് മാറ്റി നേരത്തെ പറഞ്ഞ ആ തീവ്ര ആരോപണങ്ങളിലൊക്കെ ഇപ്പൊ ഒരു ഖേദമുണ്ടോ താങ്കൾക്ക്? ഞാൻ BJPയുടെ ആശയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, എന്റെ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളല്ല. അതെല്ലാം BJPയുടെ നിലപാടുകളാണ്. അതെല്ലാം സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ ആശയങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ടുകളുമായി ബന്ധപ്പെട്ട് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ എന്നാൽ UDF ആണല്ലോ. അരുണ് പോയിട്ട് ശ്രീനിവാസൻ വധക്കേസിലെ 17 പ്രതികൾക്ക് എങ്ങനെ ജാമ്യം കിട്ടിയെന്ന് അല്ല, എന്റെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കുന്നത് വരെ ഇവിടെ ഉണ്ടാകും.